നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇടിഞ്ചക്ക തോരൻ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഇടിഞ്ചക്ക നല്ല രീതിയിൽ നമുക്ക് തൊണ്ടൊക്കെ ഒന്ന് ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. നല്ലൊരു കത്തി എടുത്തിട്ട് കത്തിയിൽ അല്പം എണ്ണ തൂത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇടിഞ്ചക്കയത് ഈ രീതിയിൽ തൊണ്ടൊക്കെ ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഉപ്പ് ഒഴിച്ച് നമുക്കൊരു വിസില് അടുപ്പിച്ച് എടുക്കാം. ഇത് കുരുരുന്ന് അരിഞ്ഞെടുത്ത് അങ്ങനെ ഒലുക്കുന്നവരുണ്ട്. അതിലും എളുപ്പം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുക്കറിൽ ഒരുപാട് വിസിലടിക്കാനൊന്നും ഇട്ടിരിക്കരുത്, പെട്ടെന്ന് വെന്ത് പോകും. ഒരു വിസിലടിച്ച ഉടൻ തന്നെ നമുക്ക് ഓഫാക്കാം. അരിഞ്ഞെടുത്ത കഷ്ണങ്ങളെല്ലാം നമ്മൾ കുക്കറിനകത്താക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാം. ഒരു വിസിൽ കേട്ടു, നമ്മൾ തീ ഓഫ് ആക്കുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ആറട്ടെ. ഇതിന്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ. നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് മാറ്റാം. ഇതിന്റെ ചൂടൊന്ന് ആറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതെല്ലാം ഉള്ളി ചതയ്ക്കുന്ന കല്ലുണ്ടെങ്കിൽ അതിനകത്തിട്ട് ചതച്ചാൽ മതി. ഇപ്പൊ എന്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു കല്ലാണുള്ളത്. ഇതിലേക്കിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒരുപാട് ചതച്ചരയ്ക്കൊന്നും വേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. അങ്ങനെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ തെരുതെരിപ്പായിട്ട് ഇടിഞ്ചക്ക ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഉലർത്തിയെടുക്കാം. ഇതിലേക്ക് അത് ഉലർത്താൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ മൂത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ സ്വാദം ഇറങ്ങിക്കോട്ടെ. ഞാൻ വെളുത്തുള്ളിയുടെ കൂടെ ഇത് ചതയ്ക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്വാദ് വേണ്ട. എന്നാൽ ഇഞ്ചിയുടെ ഒരു ചെറിയൊരു ഗ്യാസ് കുറയാനാണ്. ഇത് ചക്കയല്ലേ, അപ്പൊ ചിലർക്ക് ഗ്യാസിന്റെ പ്രോബ്ലം കൂടുതലുണ്ടാവും. അപ്പൊ ചെറുതായിട്ട് ഇതിന്റെ സ്വാദ് ഇറങ്ങിയാൽ മതി. അതാണ് ഇതുപോലെ വലിയ കഷ്ണമായിട്ട് തന്നെ ഇഞ്ചി ഇട്ടിരിക്കുന്നത്. ഇതിന്റെ സത്ത എണ്ണയിലേക്കൊന്നും ഇറങ്ങാത്തക്ക രീതിയിൽ ഇതൊന്ന് മൂത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഉലർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എടുത്ത് കളയാം. ഇത് ചുമന്നുള്ളി കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്, അതും ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ കൂടെ ഞാൻ ഇഞ്ചി ചതച്ചിട്ടില്ല. ഇത് ഇതുപോലെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരുപാട് സ്വാദ് വന്നു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല. നമുക്ക് ഗ്യാസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇഞ്ചി ഇതുപോലെ ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതാണ്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇത് അല്പം ജീരകം ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇടാം.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഇഞ്ചി നമുക്ക് മാറ്റിക്കളയാം. ഇഞ്ചിയുടെ ആവശ്യമില്ല, ഇതിൽ നിന്നുള്ള സത്തെല്ലാം എണ്ണയിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഇടാം. ഞാനൊരു ടീസ്പൂണോളം, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ. ഈ പൊടി ഒന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ചിരണ്ടിയ തേങ്ങയാണ്, അതിട്ട് കൊടുക്കുകയാണ്. തേങ്ങയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എത്രമാത്രം ചേർക്കുന്നോ അത്ര ടേസ്റ്റാണ്. ഈ തേങ്ങയുടെ വെള്ളം ഒന്ന് വളർന്നു വരട്ടെ. നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഇതൊന്ന് തിന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ തേങ്ങയുടെ ജലാംശം എല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ കുറച്ചിട്ടിട്ട് കുറച്ചു നേരം ഇതൊന്ന് ഉലർത്തി എടുക്കുന്നത് ടേസ്റ്റാണ്. ഒരു 15 മിനിറ്റോളം ചെറിയ തീയിലിട്ട് ഇത് ഉലർത്തിയെടുത്തു. അപ്പൊ നമ്മുടെ ഇഡും ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മളിത് കഴിക്കുമ്പോൾ ആ വറുത്ത ഉഴുന്നിന്റെ ആ ജീരകമൊക്കെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പൊ അത് ഇടാൻ ഇഷ്ടമില്ല, ജീരകത്തിന്റെ സ്വാദ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഇടണ്ട. ജീരകമൊക്കെ ചെല്ലുന്നത് ഇപ്പൊ ചക്കയൊക്കെയാണല്ലോ, ഗ്യാസ് കുറച്ച് കൂടുതലുള്ള സാധനമാണല്ലോ ചക്ക. അപ്പം ജീരകമൊക്കെ ചെല്ലുമ്പോൾ ആ ഗ്യാസിന്റെ ഒക്കെ പ്രോബ്ലം ഇല്ലാതെ ഇരിക്കും. അതിനു വേണ്ടിയാണ്. പിന്നെ ജീരകത്തിന്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് അത് നല്ലതാണ്. അങ്ങനെ ഇടിഞ്ചക്ക തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.